ദൈവത്തിൻ രാജ്യം സ്നേഹത്തിൻ രാജ്യം. യേശുരാജൻ ഘോഷിച്ച നൽ വാർത്ത നിങ്ങൾ ഓർത്തിടുക. ദൈവത്തിൻ രാജ്യം സ്നേഹത്തിൻ രാജ്യം. നിർമ്മല ഹൃദയം ദൈവത്തെ കാണും, സൗമ്യതയുള്ളോർ ഭൂമിയിൽ വാഴും. താഴ്മയുള്ളവർക്കു ഉയർച്ച ലഭിക്കും. യേശുരാജൻ ഘോഷിച്ച നൽ വാർത്ത നിങ്ങൾ ഓർത്തിടുക. ദൈവത്തിൻ രാജ്യം സ്നേഹത്തിൻ രാജ്യം. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങി ഉണരുവാനും എൻ്റെ കർത്താവിൻ്റെ പാദപീഠത്തിലൊന്നായിരിക്കാനും സഹായിച്ചതോർത്ത് നന്ദി. സമാധാനത്തോടും സൗഖ്യത്തോടും എഴുന്നേൽപ്പിച്ചല്ലോ, സുബോധത്തോടെ എഴുന്നേൽപ്പാൻ ഇടയാക്കിയല്ലോ. നന്ദി പിതാവേ, നന്ദി 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 അപ്പാ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയ്ക്ക് വേണ്ടി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജീവനും ഭക്തിക്കും വേണ്ടുന്ന തന്ന് ഇന്നുവരെയും കൺമണി പോലെ നടത്തിയ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം 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 കർത്താവേ. വീണ്ടും അവിടുന്ന് നടത്തുവാൻ സർവശക്തന ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല കർത്താവേ. ഇപ്പോഴും എൻ്റെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നടപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് അവിടുത്തെ വചനമാ കർത്താവേ. ഈ വക്രതയും കോട്ടവും നിറഞ്ഞ ലോകത്തിൽ കൂടിയൊക്കെ അടിയങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഹല്ലേലൂയ എൻ്റെ കർത്താവെ, ശത്രു ഞങ്ങളെ കാണാതെ, ദുഷ്ടപിശാച് ഞങ്ങളെ തൊടാതെ, അന്ധകാരത്തിൻ്റെ ഗടുതിയിലൊന്നും അകപ്പെട്ടു പോകാതെ കാൽവറി ക്രൂസിലെ രക്തം കൊണ്ട് ഞങ്ങളെ മുദ്രയിടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു അപ്പാ. സമ്പൂർണ്ണമായി ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവേ. ആ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കട്ടെ. ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ കർത്താവ്. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനാ വിഷയത്തെയും തമ്പുരാൻ്റെ കരങ്ങളിലോട്ട് സമർപ്പിക്കുകയാണ്. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്ന കർത്താവ് അവിടുന്ന്, ഉള്ളതുപോലെ അറിയുന്ന ദൈവം അവിടുന്ന്. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഭാരങ്ങളും വേദനകളും രോഗങ്ങളും അറിഞ്ഞ് ഞങ്ങളെ സഹായിപ്പാൻ സർവശക്തനാ. ബലമുള്ള കരങ്ങളിലോട്ട് ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഞങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും, നിശ്ചയമായും മാനിക്കും, പൂർണ്ണമായി ഞങ്ങളെ വിടുവിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾ ഒരു നാളിൽ ലജിച്ചു പോകാൻ അവിടുന്ന് സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. സ്തോത്രം സ്തോത്രപ്പ. അപ്പൻ്റെ പാദപീഠം ചേർന്ന് കടന്നു വന്നവരൊന്നും ഒരു നാളിൽ ലജിച്ചു പോകാൻ അവിടുന്ന് അനുവദിച്ചിട്ടുള്ള ദൈവമല്ല. വീണ്ടും ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ ഭാരങ്ങളെ, രോഗങ്ങളെ, വേദനകളൊക്കെയും സ്വർഗം സാക്ഷാൽ ഹല്ലേലൂയ സൗഖ്യമാക്കുന്ന ദൈവമാകിയാൽ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിപ്പിണരാലോ വിടുതലയച്ചിരിക്കാൻ നന്ദി പറയുന്നു കർത്താവ്. ഞങ്ങളുടെ കുടുംബം ഏൽപ്പിക്കട്ടെ, ജീവിത പങ്കാളി ഏൽപ്പിക്കുന്നു, കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു, അവരുടെ വിദ്യാഭ്യാസം ഏൽപ്പിക്കുന്നു, ജോലിയിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. നാടും വീടും വിട്ട് വിദേശത്ത് പഠനത്തിനും ജോലിക്കുമായി കടന്നു പോയിരിക്കുന്ന ഓരോ മക്കളെയും ചേർത്ത് വയ്ക്കുന്നു. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൊച്ചു തലമുറകൾ, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗമെല്ലാം നന്ദിയോടെ സ്തോത്രത്തോടെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. അങ്ങയുടെ വലിയ കൃപയും കൂട്ടും സ്നേഹവും സാന്നിധ്യവും ഞങ്ങൾക്ക് വേണം കർത്താവെ. അവിടുന്ന് ഞങ്ങളെ കരം പിടിച്ച് നടത്തണം. അവിടുന്ന് ഞങ്ങൾക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരണം. ഞങ്ങൾ പോകേണ്ടുന്ന വഴി ഞങ്ങൾക്ക് കാണിച്ചു തരുമാറാകണം. ഹല്ലേലൂയ കർത്താവെ, സമ്പൂർണ്ണമായിട്ടും ഏൽപ്പിക്കട്ടെ കർത്താവ്. ഇന്ന് പകൽക്കാലം വരാമായിരിക്കുന്ന എല്ലാവിധ ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാദി പകർച്ചയാദി മരണത്തിന് ഏൽപ്പിക്കാതെ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും സൂക്ഷിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സമയം ഹല്ലേലൂയ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം മാനിക്കപ്പെടണം, ജയത്തോടെ അവരെ നടത്തണം, അത്ഭുത വഴികളിൽ അവരെ നടത്തണം, അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടണം. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കൾ, 10, 11, 12 കുഞ്ഞുങ്ങൾ, BS നഴ്സിങ്ങിന്, എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, മെഡിസിന് പഠിക്കുന്ന മക്കൾ, OIT IELTS പഠിക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, കർത്താവെ സ്തോത്രം സ്തോത്രം. എല്ലാ മക്കളെയും തിരുമുൻപാകെ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത കുഞ്ഞുങ്ങളുണ്ട് എൻ്റെ കർത്താവെ. ഇനിയും ഇൻ്റർവ്യൂവിനായി കാത്തിരിക്കുന്ന മക്കളുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപജീവനമാർഗത്തിൻ്റെ വഴികളെ തുറന്നു കൊടുത്ത് സ്വർഗം മാനിച്ചേ മതിയാകൂ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ മേൽ തമ്പുരാൻ്റെ അനുഗ്രഹത്തിൻ്റെ കരമൊന്ന് നീട്ടുമാറാകണം.
ഒരു ശുഭകരമായ ഭാവി, ഒരു സുഖകരമായ ജീവിതം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകിയേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വർഗം കരുതി വെച്ചിരിക്കുകയാൽ നന്ദി. വെളിപ്പെടുത്തണമേ കർത്താവെ, താമസിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ, സമാധാനത്തോടെ ജീവിപ്പാൻ ഇടയാക്കണമേ. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ടപ്പാ, സന്തോഷത്താൽ അവരെ നിറയ്ക്കണമേ, സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കണമേ. അവരെ ചൊല്ലി ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾ, മാതാപിതാക്കളൊക്കെ ഉണ്ട് കർത്താവെ, അവരുടെ സന്തോഷം പൂർണ്ണമാകാൻ സ്വർഗം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, വിവാഹപ്രായമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന തക്ക തുണയെ ഒരുക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം. സ്വർഗമേ, കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സകല പ്രാർത്ഥനയ്ക്കും സ്വർഗം തന്ന എല്ലാ മറുപടികൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവിടുത്തെ കൃപയാ, കരുണയാ, സ്നേഹമാ, നന്ദിയപ്പ, നന്ദി, നന്ദിയപ്പ, നന്ദി. എല്ലാ മഹത്വം, എല്ലാ പുകഴ്ചയും എൻ്റെ അപ്പച്ചനിരിക്കട്ടെ കർത്താവെ. മഹത്വമേറിയ സാക്ഷ്യത്തിനായി ഓരോ മക്കളെയും ഒരുക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, യാത്ര ചെയ്യുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ ഓർക്കുന്ന എല്ലാ മക്കളുടെ യാത്രകളിൽ കൂടെയിരിക്കണേ കർത്താവെ. വാഹനമോടിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഓരോ വാഹനത്തിലും കർത്താവിൻ്റെ കരം ചേർത്ത് പിടിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ ഉപജീവനമാർഗത്തെ അനുഗ്രഹിക്കണേ. സ്വർഗമേ, വാഴ്ത്തി അനുഗ്രഹിക്കണേ. വലിയൊരു ശേഷിപ്പ് നൽകണമേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണേ. ചെറുതും വലുതുമായ ബിസിനസ്സിൽ കർത്താവിൻ്റെ സാന്നിധ്യം വേണം. അപ്പോൾ കഷ്ടനഷ്ടം കൂടാതെ ദിനത്തോറും വേണ്ടുന്നത് കൊടുത്ത് സന്തോഷത്തോടും തൃപ്തിയുള്ളവരുമായി കാണപ്പെടുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. സ്വർഗീയ സമാധാനവും പ്രത്യാശയും ഓരോ മക്കൾക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യഭാരങ്ങളുടെ നടുവിൽ ഹാലിൽ കരയുന്ന ജീവിതങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവമേ, മനസ്സലിയുന്ന കർത്താവെ, തൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിന് നടുവിൽ സ്വർഗം ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്ന കർത്താവെ, സ്വന്തമായി തലചായപ്പൻ്റെ ഭവനം ഒരുക്കണമേ കർത്താവെ. ഭവനം പണിയുന്ന മക്കളുടെ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിച്ചതിൽ പാർക്കുവാൻ അവർക്ക് ഭാഗ്യം ഒരുക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. കടഭാരമക്കളുള്ള മക്കളെ സമർപ്പിക്കുന്ന അവരുടെ ബുദ്ധിമുട്ടിൻ്റെ ഹാലിൽ കർത്താവെ, നീ അറിഞ്ഞ് സഹായിക്കണമേ. നിൻ്റെ ദൂതനെ ഇറക്കണമേ. ലജ്ജിച്ചു പോകാൻ അനുവദിക്കല്ലേ. മറ്റൊരു പ്രയാസപ്രതികൂലം ഉണ്ടാകാൻ അനുവദിക്കല്ലേ. സ്വർഗം കരുതണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, സമയഹാലിൽ പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ ഏൽപ്പിക്കുന്നു. കുടുംബത്തിൽ പ്രവേശിച്ച മക്കളെ ഏൽപ്പിക്കുന്നു. പുതിയ നന്മകളും സന്തോഷങ്ങളും സമാധാനങ്ങളും അവർക്ക് കൊടുത്തവരെ കൺമണി പോലെ സൂക്ഷിച്ചാട്ടെ ദൈവമേ. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം, 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 സ്തോത്രം. എല്ലാ പ്രാർത്ഥന വിഷയം തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്ക് തലമുറകൾ നൽകി അനുഗ്രഹിക്കണേ അപ്പ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ അവിടുന്ന് ഉള്ളംകരത്തിൽ വഹിച്ചു കൊള്ളണമേ. ക്ഷീണം ഭാരമൊക്കെ മാറ്റണമേ. സുഖകരമായ പ്രസവം നൽകണമേ. നല്ല ഊനമില്ലാത്ത തലമുറ കണ്ട് സന്തോഷിപ്പാൻ ഭാഗ്യമൊരുക്കണേ അപ്പ. എല്ലാം പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. നാഥരെ, വിധവകളെ ഓർക്കുന്നപ്പ. സ്തോത്രം, സ്തോത്രം. യുവാക്കന്മാരെ സമർപ്പിക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. ശത്രു കാണാതെവണ്ണം കാൽവരിത്തുകോട്ടുകളെ മറയ്ക്കണമേ അപ്പ. കർത്താവിൻ്റെ കുഞ്ഞുങ്ങളായി മാറ്റുവാൻ സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. ഈ സമയം ഞങ്ങളുടെ രോഗികളുമായി കടന്നു വരുന്നപ്പാ. ആശുപത്രി മുറിക്കുള്ളിലെ ഭവനങ്ങളിലെ കിടക്കകളിലായിരിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. ഐസിയുലും CCUലും വെന്റിലേറ്ററിലും കിടക്കുന്നവരുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കുന്നവരുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട്. തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അൻപാർന്ന കരമൊന്ന് നീട്ടി അവരെ സൗഖ്യപ്പെടുത്തണമേ. സന്തോഷത്തോടെ ഒരു കൊള്ള കണ്ടു കിട്ടിയവരെ പോലെ സൗഖ്യം പ്രാപിച്ച് ഭവനത്തിൽ മടങ്ങിപ്പോകാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ച ജീവിതങ്ങളെ ഏൽപ്പിക്കുകയാണ്. സ്വർഗത്തിലെ അപ്പ, പൊന്നുക സൗഖ്യം നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയപ്പ. നിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം ഓരോ മക്കളുടെ മേലും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, തൈറോയിഡുള്ളവർ, ആസ്മ രോഗികൾ, അലർജിയുള്ളവർ, ദുഃഖ സംബന്ധമായ രോഗങ്ങളുള്ളവർ, ഉദരസംബന്ധമായ പല രോഗാവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നവർ, തലയ്ക്കകത്ത് വേദനയാൽ മൊഴിയാൽ ഭാരമുള്ളവർ, എൻ്റെ കർത്താവെ, യൂറിക് ആസിഡും ക്രിയാറ്റിനുള്ളവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, എൻ്റെ കർത്താവെ, നടുവിൻ്റെ വേദനയും മുട്ടിൻ്റെ വേദനയും ഉള്ളവർ, ശരീരമാസകലം അതിവേദനയിൽ കൂടി കടന്നു പോകുന്നവർ, നീർക്കെട്ടുകളാൽ ഭാരമുള്ളവർ, തമ്പുരാനെ കരുണ കാണിക്കണമേ. ഉറക്കമില്ലാത്ത ജീവിതങ്ങൾക്ക് നല്ല ഉറക്കവും ആശ്വാസവും കൊടുക്കണേപ്പാ. നീ അവിടുന്ന് മരുന്നാ, നീ നല്ല വൈദ്യനാ. ഹല്ലേലൂയ. എല്ലാ രോഗികളോടും കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ പാദപീഠത്തിൽ കടന്നു വരുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് ഹല്ലേലൂയ കരുണയോടെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങൾക്ക് കർത്താവ് സമാധാനം അയക്കണമേ, സൗഖ്യം അയക്കണമേ കർത്താവേ, സുബോധത്തെ നൽകണമേ കർത്താവേ. കർത്താവേ, ഹല്ലേലൂയ, അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സൗഖ്യം പ്രതീക്ഷിച്ച് കിടക്കുന്ന ഓരോ മക്കളുടെ മേലും പൊന്നുകരം ചലിപ്പിച്ചേ മതിയാവുന്ന ഒരു വാക്ക് കൽപ്പിച്ചാൽ മതിയപ്പ. പൂർണ്ണമായ വിടുതൽ ലഭിക്കും. ഞങ്ങളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കാഴ്ചയില്ലാത്തൊരു, കേൾവിയില്ലാത്തൊരു, ഓർമ്മയില്ലാത്തൊരു, ബുദ്ധിയില്ലാത്തവർ, ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. പല്ലിൻ്റെ വേദനയാൽ ഭാരമുള്ളവരെ, തലയുടെ വേദനയാൽ ഭാരമുള്ളവരെ, ചെവിയുടെ വേദനയാൽ ഭാരമുള്ളവരെ സമർപ്പിക്കുന്ന കർത്താവേ, സഹായിക്കണമേ, സൗഖ്യപ്പെടുത്തണേ അപ്പ.
നേർന്ന വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളോട് മനസ്സലിവ് കാണിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണേ, ഞങ്ങളുടെ ചുറ്റുപാടുകളെ അനുഗ്രഹിക്കണേ, ഞങ്ങളുടെ അയൽ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, സഹോദരവർഗ്ഗങ്ങളെ അനുഗ്രഹിക്കണേ, വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ കാത്തുകൊള്ളണമേ, അനാഥരെ വിധവകളെ സംരക്ഷിക്കണമേ. അപ്പാ സ്തോത്രം സ്തോത്രം കർത്താവ്. ഞങ്ങളുടെ ഭരണകൂടങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സുവിശേഷ വേലകളെ വേലക്കാരെ അനുഗ്രഹിക്കണേ, ജയിൽവാസം അനുഭവിക്കുന്നവരെ വിടുവിക്കണമേ, പീഡനങ്ങളിൽ കഴിയുന്നവരെ പൂർണ്ണമായി വിടുവിക്കണമേ കർത്താവേ. സ്തോത്രം സ്തോത്രപ്പ. അടിയൻ മറന്നാലും മറക്കാത്ത കർത്താവ് ഓരോ മക്കളെയും അറിഞ്ഞ് സഹായിക്കണം. ഓരോ ഹൃദയത്തിൻ്റെ നിലവാരം അറിയാവുന്ന കർത്താവ് അവിടുന്ന് ആവശ്യങ്ങളെ, ആഗ്രഹങ്ങളെ അറിഞ്ഞ്, ഭാരങ്ങളെ, വേദനകളെ, രോഗങ്ങളെ അറിഞ്ഞ് സ്വർഗം മാനിച്ച് സഹായിച്ച് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കൾക്കും കൊടുത്ത നന്മകളും അനുഗ്രഹങ്ങളും കൊടുത്ത് നിറയ്ക്കണം. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം.